തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ നേരിയ സംഘർഷം. പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചു. സമീപത്തേക്ക് വന്ന് സമരം തുടരാൻ നിർദ്ദേശിക്കുകയാണ്. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, എന്താണ് നിലവിലെ സാഹചര്യം? കാളിദാസ്, നിലവിലും സംഘർഷം തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിയ രീതിയിൽ ഒരു പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയിരിക്കുന്നത്. ADGP അജിത് കുമാറിനെതിരെയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയും ശക്തമായ ഒരു ആരോപണം ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ PV അൻവർ MLA അടക്കം പല വെളിപ്പെടുത്തലും നടത്തിയ സാഹചര്യത്തിൽ അവർക്കെതിരെ നടപടിയെടുക്കാത്ത മുഖ്യമന്ത്രി കൃത്യമായി നടപടിയെടുക്കണമെന്നും അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ രാജി വേണമെന്നും ആവശ്യപ്പെട്ടാണ് ഇവിടെ പ്രതിഷേധം ശക്തമായിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ സൃഷ്ടിക്കാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോലീസ് 4 തവണ ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ബാരിക്കേഡ് തല്ലി തകർത്ത സെക്രട്ടേറിയറ്റ് പരിസരത്തിലേക്ക് ഓടിക്കയറാൻ പ്രവർത്തകർ ശ്രമിച്ചിരുന്നു. അതോടൊപ്പം തൊട്ടടുത്തുള്ള മതിലിലൂടെ തന്നെ വനിതാ പ്രവർത്തകരെ അടക്കം ഉപയോഗിച്ച് അകത്തേക്ക് കയറാനുള്ള ശ്രമം പലതവണ ഉണ്ടായിരുന്നു. പക്ഷേ പോലീസ് അതിനെ തടയുകയായിരുന്നു. ഏതായാലും പല വിധത്തിലും പോലീസിനോട് വലിയ ഒരു രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് അറിയിക്കുന്നത്. പോലീസിനോട് സംഘർഷ സാധ്യത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ വലിയ ഒരു പ്രതിരോധമാണ് തീർത്തിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴും പ്രവർത്തകർ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയിട്ടില്ല. വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ്. ബാരിക്കേഡ് തീർക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാളിദാസൻ. ശരി വിഷ്ണു, യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷാവസ്ഥയാണ്. വിശദാംശങ്ങളാണ് വിഷ്ണു കരുണാകരൻ നൽകിയത്.